ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 26-ാമത്തെ ശ്ലോകത്തിലെ സുപ്രസാദഃ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുക് വിഭുഹു, ഇങ്ങനെ 5 നാമങ്ങളാണ്. 26-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: സുപ്രസാദഃ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുക് വിഭുഹു സത്കർത്താ സത്കൃതഃ സാധുർ ജന്മുർനാരായണോ നരഃ. ഇതില് 236-ാമത്തെ നാമമായ സുപ്രസാദഃ എന്നതാണ് ആദ്യം കാണുന്നത്. സുപ്രസാദ എന്നാൽ തന്റെ കരുണ കൊണ്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. ശങ്കരാചാര്യർ പറയുന്നത് ശോഭനഃ പ്രസാദോ യസ്യ അപകാരവതാമപി ശിശുപാലാദീനാം മോക്ഷപ്രദാതൃത്വാദ് ഇതി സുപ്രസാദഃ. തനിക്ക് അപകാരം ചെയ്ത, അതായത് തന്നെ ഉപദ്രവിച്ച ശിശുപാലൻ തുടങ്ങിയവർക്കുകൂടി മോക്ഷം പ്രദാനം ചെയ്തത് നിമിത്തം ആരുടെ പ്രസാദമാണോ, ആരുടെ കൃപയാണോ അതിശോഭനമായിരിക്കുന്നത്, അദ്ദേഹം സുപ്രസാദൻ. നന്നായി പ്രസാദിക്കുന്നവനാണ് സുപ്രസാദൻ. ഭഗവാന്റെ പ്രസാദം എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. കേവലം തന്റെ നാമസ്മരണ കൊണ്ട് മാത്രം എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ അനുഗ്രഹത്തിനായി നാം ചോദിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ വരുന്നതാണ്. നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്തിരുന്നാൽ മാത്രം മതി. ഒരിക്കൽ രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ് ലഭിക്കുക? മഹർഷി പറഞ്ഞു, അനുഗ്രഹം താനേ ഇരിക്കും, നീ അതിന് കുറുകെ വരാതിരുന്നാൽ മാത്രം മതി. ഭഗവാനെ ഭജിക്കുക മാത്രമല്ല, വെറുക്കുകയോ ഭയക്കുകയോ ചെയ്യുന്നവർക്ക് കൂടി ഭഗവാൻ മോക്ഷം നൽകുന്നു. വെറുപ്പായിട്ടോ ഭയമായിട്ടോ എങ്ങനെയായാലും ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതി. ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിൽ നാരദ മഹർഷി യുധിഷ്ഠിരനോട് ഇങ്ങനെയാണ് പറയുന്നത്: കാമാദ്വേഷാദ് ഭയാത് സ്നേഹാത് യഥാ ഭക്തീശ്വരേ മനഃ ആവേര്യ തതഖം ഹിത്വാ ബഹവസ്തദ്ഗതീം ഗതാഃ. കാമം കൊണ്ടോ ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ടോ ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഭഗവാനിൽ ഏകാഗ്രമായി മനസ്സ് അർപ്പിക്കുന്നവൻ അവരുടെ പാപങ്ങളെല്ലാം ഒഴിഞ്ഞ് ആ പരമപദത്തെ പ്രാപിക്കുന്നു. കംസന് ഭഗവാനെ ഭയമായിരുന്നു, ശിശുപാലനു വെറുപ്പും, വൃന്ദാവനത്തിലെ ഗോപികമാർക്ക് അനുരാഗവും, നാരദാദികൾക്ക് ഭക്തിയും, വൃഷ്ണിവംശജർക്ക് സ്നേഹവുമായിരുന്നു. ഇവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മോക്ഷവും കിട്ടി. പൂതന തന്റെ മുൻ ജന്മത്തിൽ മഹാബലിയുടെ പുത്രിയായ രത്നാവതിയായിരുന്നു. മഹാബലിയോട് ദാനം ചോദിച്ചു വന്ന വാമനനെ ആദ്യം കണ്ടപ്പോൾ വല്ലാത്ത വാത്സല്യം തോന്നി. ഒരു മകനായി കിട്ടണമെന്നും മുല കൊടുക്കണമെന്നും ആഗ്രഹിച്ചു. എന്നാൽ ത്രിവിക്രമനായി മഹാബലിയുടെ സകലതും അപഹരിച്ചപ്പോൾ വല്ലാതെ വിരോധവും കൊല്ലണമെന്ന ആഗ്രഹവും ഉണ്ടായി. എല്ലാം അറിയുന്ന ഭഗവാൻ രത്നാവതിയുടെ 2 ആഗ്രഹങ്ങളും അടുത്ത ജന്മത്തിൽ ഒരുമിച്ച് സാധിച്ചു കൊടുത്തു. കർമ്മഫലമായി എന്ത് തന്നെ വന്നാലും അത് ഭഗവത് പ്രസാദമായി കാണുന്നതാണ് കർമ്മയോഗം. ഭഗവാനിൽ നിന്ന് എന്തു തന്നെ വന്നാലും അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. മനസ്സിന്റെ ശാന്തിയെയാണ് പ്രസാദമെന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ സാഖ്യയോഗത്തിൽ തന്നെ കൃഷ്ണൻ പറഞ്ഞു, രാഗദ്വേഷവിയുക്തസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷങ്ങളില്ലാത്ത ആത്മവശ്യങ്ങളായ, അതായത് സ്വന്തം നിയന്ത്രണത്തിലായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നവർ മനഃപ്രസാദത്തെ പ്രാപിക്കുന്നു. അതാണ് പ്രസാദം എന്ന് പറയുന്നത്. ഇനി ഈ മനഃപ്രസാദത്തിന്റെ പ്രയോജനത്തെക്കുറിച്ച് ഭഗവാൻ വീണ്ടും പറയുന്നു. 6-ാം അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ ഇങ്ങനെ പറയുന്നു: പ്രശാന്ത മനസംഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈ സാന്തരജസം
ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്തമായ മനസ്സോടുകൂടിയവനും രജോഗുണം അടങ്ങിയവനും ശാന്തരജസമായിട്ടുള്ളവനും നിഷ്പാപനും ബ്രഹ്മതാതാത്മ്യം പ്രാപിച്ചവനുമായ ഈ യോഗി ഉത്തമമായ സുഖത്തെ പ്രാപിക്കുന്നു. ഇപ്പൊ പ്രശാന്തം ആയ മനസ്സ് കിട്ടുമ്പോൾ ഉത്തമമായ സുഖത്തെയാണ് പ്രാപിക്കുന്നത്. ഈ പ്രസാദം ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്, മറ്റൊന്നുമല്ല. അതിനാൽ ഭഗവാനെ സുപ്രസാദൻ എന്ന് വിളിക്കുന്നു. അടുത്ത നാമം പ്രസന്നാത്മാ എന്നതാണ്. എപ്പോഴും സംതൃപ്തനായവനാണ് പ്രസന്നാത്മാ. ശങ്കരാചാര്യർ പറയുന്നു, രജസ്തമോഭ്യാം അകലുഷിത ആത്മാ അന്ധഃകരണമസ്യ ഇതി പ്രസന്നാത്മാ കരുണാർദ്ര സ്വഭാവത്വാദ് വാ യദ് വാ പ്രസന്ന സ്വഭാവ കാരുണിക ഇത്യർത്ഥഃ അവാപ്ത സർവകാമത്വാദ് വാ. രജസ് തമസ് എന്നീ ഗുണങ്ങളെ കൊണ്ട് ദുഷിക്കാത്ത മനസ്സോടു കൂടിയവനാണ് പ്രസന്നാത്മാ. അഥവാ കരുണ ആർദ്ര സ്വഭാവൻ ആകയാൽ പ്രസന്നാത്മാവ്. അല്ലെങ്കിൽ പ്രസന്ന സ്വഭാവൻ, അതായത് കാരുണികൻ എന്നർത്ഥം. അഥവാ സകല വിധത്തിലുള്ള കാമങ്ങളെയും സാധിച്ചവൻ ആകയാൽ പ്രസന്നാത്മാവ്. ഇത്രയും അർത്ഥങ്ങള് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. പ്രസന്ന ഭാവത്തോടു കൂടിയവൻ, എപ്പോഴും സന്തോഷമായിരിക്കുന്നവൻ ആണ് പ്രസന്നാത്മ. അവാപ്ത സർവകാമാൻ എന്ന് പറഞ്ഞാൽ സർവകാമനകളും അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും ശമിച്ചവൻ അല്ലെങ്കിൽ സാധിച്ചവൻ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുത്ത് കഴിഞ്ഞവൻ ആയതുകൊണ്ട് ഭഗവാൻ എപ്പോഴും പ്രസന്നനാണ്. ഇനി ചെയ്യാൻ ഒന്നുമില്ല, ആഗ്രഹിക്കാൻ ഒന്നുമില്ല, നേടാൻ ഒന്നുമില്ല. ഇത് തന്നെയാണ് ഭഗവാൻ 3-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറഞ്ഞത്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. ഹേ പാർത്ഥ, 3 ലോകങ്ങളിലും നേടേണ്ടതായോ നേടാൻ കഴിയാത്തതായോ എനിക്ക് യാതൊന്നുമില്ല. കർത്തവ്യമായി ഇനി ചെയ്യാനുള്ളതായിട്ടും ഒന്നും തന്നെ ബാക്കിയില്ല. എന്നിട്ടും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ യാതൊരു ആഗ്രഹവുമില്ലാതെ, യാതൊരു രാഗദ്വേഷങ്ങളുടെ ബലവുമില്ലാതെ കർമ്മം ചെയ്യുന്നതിനെയാണ് പ്രസന്നഭാവം എന്ന് പറയുന്നത്. എപ്പോഴും കാരുണ്യവാനായിരിക്കുന്നതിനാൽ സദാ പ്രസന്നാത്മാവാണ്. ഭഗവാന്റെ സ്വരൂപം തന്നെ കാരുണ്യമാണ്. കേവല നാമസ്മരണ കൊണ്ട് തന്നെ ഭഗവത് കടാക്ഷം എല്ലാവർക്കും ലഭ്യമാകും. ഇതിന്റെ മുമ്പ് കണ്ട പ്രസന്നാത്മ എന്നതും ഈ സുപ്രസാദ എന്നതും തമ്മിലൊരു കാര്യകാരണ സംബന്ധമുണ്ട്. അതായത് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം പ്രസാദ ബുദ്ധിയിൽ നിന്നാണ് പ്രസന്നത ഉണ്ടാകുന്നത്. പ്രസാദ ബുദ്ധി ഉള്ളവർക്ക് മാത്രമാണ് പ്രസന്നത ഉണ്ടാകുന്നത്. എല്ലാ കർമ്മഫലങ്ങളും ഈശ്വര പ്രസാദമായി സ്വീകരിക്കുമ്പോൾ തന്നെ നാം സന്തോഷമുള്ളവരായിത്തീരും, പ്രസന്നരായിത്തീരും. പ്രസാദ ബുദ്ധി കാരണം പ്രസന്നത ഉണ്ടാകുന്നു. ഇവിടെ നാം ഈശ്വരനെ കുറിച്ചാണ് പറയുന്നത്. പ്രസന്നാത്മ എന്നത് ഈശ്വരന്റെ നാമമാണ്. നേരത്തെ സുപ്രസാദ എന്നതും ഈശ്വരന്റെ നാമമായിട്ട് കണ്ടു. പ്രസന്നാത്മ ആയതിനാൽ ഭഗവാൻ സുപ്രസാദനുമാണ്. സുപ്രസാദനായി ഇരുന്നുകൊണ്ട് അനുഗ്രഹിക്കണമെങ്കിൽ ഭഗവാൻ സദാ പ്രസന്നൻ ആയിരിക്കണം. ഭഗവാന്റെ അനുഗ്രഹമാണ് പ്രസാദം. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു കഴിയുമ്പോൾ അവ കർമ്മഫല രൂപത്തിൽ ഈശ്വര പ്രസാദമായി തിരിച്ചു കിട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന ഫലത്തെ അത് എന്ത് തന്നെ ആയാലും ഈശ്വര പ്രസാദമായി കാണുമ്പോൾ ഭക്തന് പ്രസന്നത അല്ലെങ്കിൽ ഒരു നിർവൃതി ഉണ്ടാകും. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ സകല ബലഹീനതകളും ദൗർബല്യങ്ങളും എല്ലാം മാറി നമുക്ക് സന്തോഷമുണ്ടാകും, ഒരു പുഞ്ചിരി വരും. ഇതിനെ സൂചിപ്പിക്കുന്ന നാമമാണ് സുപ്രസാദ എന്നത്. സുപ്രസന്നമായതിനാൽ ഭഗവാൻ സുപ്രസാദനാണ്. ഭഗവാൻ സുപ്രസാദനായതുകൊണ്ട് നാം എല്ലാവരും പ്രസന്നരാണ്. നല്ല കണക്ഷനാണ് രണ്ടും തമ്മിൽ. ഈ ഈശ്വര വിശ്വാസം കൂടുന്തോറും ഈശ്വരനിൽ നിന്ന് നമ്മെ വേറിൽ നിന്ന എല്ലാ വ്യത്യാസങ്ങളും കൊഴിഞ്ഞു പോകുന്നു. ഈശ്വരൻ നമ്മിൽ നിന്ന് വേറിട്ടൊരു വസ്തു അല്ലെന്നും ഈശ്വരൻ മാത്രമാണ് ഉള്ളതെന്നും ഉള്ള ഈ അറിവ് ദൃഢമാകും. ഈ അറിവുകൊണ്ട് തന്നെ
ഈശ്വര സാന്നിധ്യം സദാ അനുഭവപ്പെടും. അങ്ങനെ നാം എപ്പോഴും പ്രസന്നരായിത്തീരും. അതിന് കാരണക്കാരനാകുന്ന ഭഗവാനെ പ്രസന്നാത്മാ എന്ന് വിളിക്കുന്നു. അടുത്ത നാമം വിശ്വധൃക് എന്നതാണ്. വിശ്വത്തെ, അതായത് പ്രപഞ്ചത്തെ അതിശയിക്കുന്നവൻ എന്നാണ് ഇവിടെ ഈ വിശ്വധൃക് എന്ന നാമത്തിന്റെ അർത്ഥം. വിശ്വം ധൃഷ്ണോതി ഇതി വിശ്വധൃക്. വിശ്വത്തെ ധരിക്കുന്നതിനാൽ വിശ്വധൃക്. ഇങ്ങനെയാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിശ്വസൃക് എന്നും ഒരു പാഠഭേദമുണ്ട്. ചില പുസ്തകങ്ങളിൽ വിശ്വസൃക് എന്നാണ് കാണുന്നത്. വിശ്വത്തെ സൃഷ്ടിച്ചവൻ എന്നാണ് വിശ്വസൃക് എന്ന നാമത്തിന്റെ അർത്ഥം. ഈ നാമവും ശരിയാണ്, അങ്ങനെ വായിക്കുന്നതും തെറ്റൊന്നുമില്ല. എന്നാൽ ശങ്കരാചാര്യര് വിശ്വധൃക് എന്ന നാമമാണ് എടുത്തിരിക്കുന്നത്. വിശ്വത്തെ ധരിക്കുന്നവനാണ് വിശ്വധൃക്. ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ താങ്ങി നിർത്തുക, സംരക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ജ്ഞാനത്തിലും സാമർഥ്യത്തിലും കഴിവിലും ഈ വിശ്വത്തിൽ മറ്റെല്ലാവരേക്കാൾ മുമ്പിൽ നിൽക്കുന്നതിനാൽ, അതിശയിച്ചു നിൽക്കുന്നതിനാൽ, തന്റെ ജ്ഞാനം കൊണ്ടും സാമർഥ്യം കൊണ്ടും ഭഗവാൻ തന്നെയാണ് വിശ്വത്തെ നിയന്ത്രിക്കുന്നത്. വിശ്വത്തിന്റെ എക്സിസ്റ്റൻസും അവയർനെസ്സും ഉണ്മയും ചൈതന്യവും രണ്ടും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനെ വിശ്വധൃക് എന്ന് പറയും. അടുത്തത് വിശ്വഭുക് ആണ്. വിശ്വത്തെ, അതായത് പ്രപഞ്ചത്തെ ആസ്വദിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് വിശ്വഭുക്. വിശ്വം ഭുങ്ക്തേ ഭുനക്തി പാലയതി ഇതിവാ വിശ്വഭുക് എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അതായത് വിശ്വത്തെ ഭക്ഷിക്കുകയോ അനുഭവിക്കുകയോ പാലിക്കുകയോ ചെയ്യുന്നതിനാൽ വിശ്വഭുക്. ഇത് രണ്ട് വിധത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് വിശ്വം ഭുങ്ക്തേ ഇതി വിശ്വഭുക് എന്നത് വിശ്വത്തെ ഭുജിക്കുന്നതിനാൽ അല്ലെങ്കിൽ ഭക്ഷിക്കുന്നതിനാൽ വിശ്വഭുക്. എങ്ങനെയാണ് വിശ്വത്തെ ഭക്ഷിക്കുന്നത്? പ്രളയകാലത്ത് ഭഗവാൻ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് തന്നെ എടുക്കുന്നു. ഇതിനെയാണ് വിശ്വത്തെ ഭക്ഷിക്കുക എന്നുള്ള അർത്ഥം പറയുന്നത്. സൃഷ്ടിയും സ്ഥിതിയും ചെയ്യുന്ന ഭഗവാൻ തന്നെയാണ് സംഹാരവും നടത്തുന്നത്. എല്ലാ ഭോക്താക്കളുടെയും രൂപത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ ആസ്വദിക്കുന്നതിനാലും ഭഗവാൻ വിശ്വഭുക്കാണ്. മറ്റൊരർത്ഥം വിശ്വം ഭുനക്തി, അതായത് പാലയതി ഇതി വിശ്വഭുക്ക്. വിശ്വത്തെ മുഴുവൻ രക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനാൽ വിശ്വഭുക്ക്. വിശ്വജീവന് ആധാരമായ ഊർജവും പോഷണവും നൽകി പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് ഭഗവാനാണ്. അതിനാൽ വിശ്വഭുക്ക്. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമി ഈ നാമത്തെ ജീവന്റെ രൂപത്തിൽ എല്ലാ അനുഭവങ്ങളെയും ആസ്വദിക്കുന്നവൻ എന്ന അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. മനോബുദ്ധി അഹങ്കാര രൂപത്തിൽ സാക്ഷാൽ ചൈതന്യ സ്വരൂപൻ ആയ ഈശ്വരൻ തന്നെയാണ് എല്ലാ അനുഭവങ്ങളും അനുഭവിക്കുന്നത്. അടുത്ത നാമം വിഭു എന്നതാണ്. 240 നാമം വിഭു. ഇത് 880 ഒന്നുകൂടെ കാണാം. ഇവിടെ പല പ്രകാരത്തിലും ഭവിക്കുന്നവൻ അല്ലെങ്കിൽ സംഭവിക്കുന്നവൻ, ഉണ്ടാകുന്നവൻ, കാണപ്പെടുന്നവൻ ആണ് വിഭു. ശങ്കരാചാര്യർ പറയുന്നത് ഹിരണ്യഗർഭാദി രൂപേണ വിവിധം ഭവതി ഇതി വിഭുഹു നിത്യം വിഭും ഇതി മന്ത്രവർണ്ണാത്. ഹിരണ്യഗർഭൻ തുടങ്ങിയ രൂപത്തിൽ വിവിധമായി ഭവിക്കുന്നതിനാൽ വിഭു. നിത്യം വിഭും എന്ന മുണ്ടകോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. ഭഗവാൻ അല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല. ജീവനുള്ളതും ഇല്ലാത്തതും ചലങ്ങളും അചലങ്ങളും സ്ഥാവരവും ജംഗവുമായ സകലത്തിലും അനേകായിരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഒരേ ജാതിയിൽ തന്നെ, ഒരേ ഇനത്തിൽ തന്നെ രണ്ടു വസ്തുക്കൾ ഒരുപോലെ ഉണ്ടാവുകയില്ലല്ലോ. മനുഷ്യർ തന്നെ എല്ലാവരും ഒരുപോലെയല്ല. ഇനി ഒരു മനുഷ്യനിൽ തന്നെ എല്ലാ വിരലുകളും ഒരുപോലെയല്ല. ഒരു കയ്യിലെ വിരലുകൾ തന്നെ വ്യത്യാസമായിരിക്കും. രണ്ടു പേർക്ക് ഒരുപോലത്തെ വിരലുകളോ രേഖകളോ ഉണ്ടാവുകയില്ല. ഇത്രയധികം വൈവിധ്യങ്ങളിൽ വിളങ്ങുന്ന ഭഗവാൻ വിഭു തന്നെയാണ്. മുണ്ടകോപനിഷത്തിൽ പറയുന്നത് എങ്ങനെയാണ്? തദ്രേശമഗ്രാഹ്യമഗോത്രമവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം ജദ്ഭൂതയോനിം പരിപശ്യന്തി ധീരാഃ.
കാണാൻ ആകാത്തതും ഗ്രഹിക്കാനാകാത്തതും വർണ്ണാതീതവും അവയവങ്ങളില്ലാത്തതുമായ നിത്യവും സർവവ്യാപിയുമായ ആ പരബ്രഹ്മനെയാണ് ജ്ഞാനികൾ എല്ലാ വസ്തുക്കളിലും ദർശിക്കുന്നത്. നിത്യം വിഭും ആണ്. ഗീതയിൽ വിഭൂതി യോഗത്തിൽ തന്റെ വിഭൂതികളെല്ലാം വിസ്തരിച്ചു പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞതെല്ലാം തന്റെ വിഭൂതികളുടെ ഒരംശം മാത്രമാണെന്ന് ഭഗവാൻ പറയുന്നു. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷദുദ്ദേശതഃ പ്രോക്തഃ വിഭൂതേർവിസ്തരോ മയാ. അർജുന, എന്റെ ദിവ്യമായ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ ഇതുവരെ വിസ്തരിച്ചത് അവയുടെ ഒരു ചുരുക്കം മാത്രമാണ്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മായാകൽപ്പിത ദേശകാല കലന വൈചിത്ര ചിത്രീകൃതം ഇതം ജഗത്. ഈ വൈവിധ്യമായ ദേശങ്ങളും കാലങ്ങളും അടങ്ങിയ പ്രപഞ്ചം തന്റെ മായയാൽ രചിക്കപ്പെട്ടതാണ്. സാക്ഷാൽ ഹിരണ്യഗർഭനായ ബ്രഹ്മാജി ഉൾപ്പെടെ സകലതും ഭഗവാന്റെ വൈഭവമാണ്. അതിനാൽ ഭഗവാനെ വിഭു എന്ന് വിളിക്കുന്നു. പൂർണ്ണനും സർവവ്യാപിയായതിനാലും ഭഗവാൻ വിഭുവാണ്. അങ്ങനെ ഈ 5 നാമങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.